ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ മീൻ പൊരിച്ചതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്തി ആ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 വലിയ മീൻ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഫിലോപ്പി എന്ന് പറയും, സിലോപ്പി എന്നൊക്കെ പറയും. എന്തായാലും ഞാനിതാ ഈ മീൻ നല്ല കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കൊരു മസാല കൂട്ടണം. അതിനായിട്ട് ഒരു 5-6 ചുവന്നുള്ളിയും ഒരു 4 വലിയ, അതായത് കാശ്മീരി മുളകാണ്, വറ്റൽ മുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് തരിതരിപ്പായിട്ട് അരിഞ്ഞു വരാൻ വേണ്ടി ഒരു അല്പം കല്ലുപ്പ് ചേർക്കുക. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കുക. 2-3 കറക്കൽ തരിതരിപ്പായിട്ട് തന്നെ നമ്മളത് അരച്ചെടുക്കണം. ഇതേപോലെ. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് അരിപ്പൊടിയാണ്, 1/2 സ്പൂണ് മൈദ, പിന്നെ ഒരു ചെറിയ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തരിതരിപ്പായി അരച്ച് വെച്ച ചുവന്നുള്ളിയുടെയും കാശ്മീരി മുളകിൻ്റെയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിൽ അത്യാവശ്യം എരിവുണ്ടാകും. അപ്പോൾ നമ്മൾ മുളക് പൊടി ഒരു 3/4 സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ എരിവുണ്ടെങ്കിലാണ് ആ മീനിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുള്ളൂ. ഒരു 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പൊടിയുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്ന അതിലേക്ക് വിനീഗറാണ്. വിനീഗർ ഞാൻ 1 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനീഗർ ഇല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്താലും മതി. അത് എന്തായാലും മതി, വിനീഗറായാലും നാരങ്ങ നീരായാലും മതി. സ്പൂൺ കൊണ്ട് അത് പതിയെ ഞാനത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് അത് കറക്റ്റ് പോലെ നമ്മുടെ ആ മീൻ പൊരിച്ചതിൻ്റെ മസാലേൻ്റെ അളവിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ്. ഒരല്പം കൂടെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് തന്നെയാണ് ഞാനതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗ്ലൗസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിച്ചോളൂ. ഈ സമയത്ത് ആ മീൻ എടുത്തിട്ട് ഇതേപോലെ ആ വരഞ്ഞ ഭാഗത്തൊക്കെ നല്ലതുപോലെ ഈ മസാല തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും മീൻ പൊരിച്ചതിൻ്റെ മസാല തേക്കുന്നത്. ഇപ്പോൾ വലിയ മീനായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലതുപോലെ മസാല ഇറങ്ങി ചെന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ മസാല ഉണ്ടാക്കാത്തവർ എന്തായാലും ഇതുപോലെ ഒരു മസാല ഉണ്ടാക്കി ചെയ്ത് നോക്കുക, നല്ലൊരു രുചിയായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി മീനും കൂടി അതേപോലെ മസാല തേച്ച് വയ്ക്കാം. അപ്പോൾ നല്ല ദശക്കട്ടിയുള്ള മീനായതുകൊണ്ട് തന്നെ നല്ലതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പിടിച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് മീനൊക്കെ മസാല തേച്ച് വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ എല്ലാം നമ്മളിത് അവിടെ അങ്ങനെ മസാല ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യം നമ്മൾ 1 മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഒരു 3-4 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ അല്പം കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മളത് അടിഭാഗം നല്ലപോലെ മസാല ചേർത്ത് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേൽഭാഗത്ത് ഇതുപോലെ ഒന്ന് മസാല കുറച്ചുകൂടി ഒന്ന് നമ്മൾ തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ മസാല അല്പം കൊഴിഞ്ഞു പോകുമല്ലോ, അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. വേണമെങ്കിൽ അല്പം കൂടി ഒന്ന് കുറച്ച് വെച്ചാൽ മതി ഈ സമയത്ത്. കാരണം അതിൻ്റെ അടിഭാഗത്തുള്ള മസാല ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമ്മളിതൊന്ന് മറിച്ചിടുക. എന്നാലാണ് മസാല ഇളകിപ്പോകാതെ കിട്ടുള്ളൂ. ഇപ്പോൾ അടിഭാഗത്ത് കണ്ടില്ല, മസാല ശരിക്കും ഒന്ന് അല്പം ഒന്ന് മൊരിഞ്ഞ് അതിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഒട്ടും മസാല അതിൽ നിന്ന് ഇളകിപ്പോയിട്ടേ ഇല്ല. അതേപോലെ തന്നെ നമുക്ക് ആ വേറെ മീനും മറിച്ചിടാം. ഇനി മറ്റേ ഭാഗത്തെയും കൂടി ആ മസാല ഒന്ന് ഇതേപോലെ ആവണം. അപ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഈ മീൻ പൊരിച്ച് ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇപ്പോൾ ആ ഭാഗത്ത് മസാല അതിലേക്ക് ചേർന്ന് തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ വേറെ മീനിലും അതേപോലെ തന്നെ അത് ചേർന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതൊന്നിങ്ങനെ ചരിച്ച് വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരാനായിട്ട് ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇടേണ്ടത്. അതിലും കൂടി കുറച്ചുകൂടി കുറച്ച് വെച്ചിട്ട് നമ്മൾ ക്ഷമയോടെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരൊട്ടും പൊട്ടിപ്പോവില്ല. കാരണം ഇങ്ങനെ ആകുമ്പോൾ ആ എണ്ണയെല്ലാം ആ മീനിലേക്ക് അങ്ങോട്ട് കയറി ചെന്ന് ആ മസാലയൊക്കെ മുരിഞ്ഞ് ആ മീൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഇത്രയും വലിയ മീനൊക്കെ പൊരിക്കുന്ന സമയത്ത് ഗ്രില്ല് ചെയ്താലൊക്കെ നമ്മൾക്ക് എണ്ണ കുറച്ച് കിട്ടും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ശരിക്കും അതുപോലെ ഒന്ന് വെന്ത് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ചും നമ്മളൊരു 3-4 വട്ടം അങ്ങനെ ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കുക. ഇനി നമ്മൾക്ക് അതിൻ്റെ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അടിപൊളിയായില്ല, നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പ്ലേറ്റിൽ വെച്ചപ്പോൾ ആ മീനിൻ്റെ
നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ മൊരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. അല്പം കൂടി ഞാൻ അത് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ആ വേറെ ഒരു മീനുള്ളതും കൂടി അതേപോലെ പൊരിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി മീൻ പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ വലിയ മീൻ കിട്ടുമ്പോൾ നമ്മൾ കട്ട് ചെയ്തില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് പൊരിച്ച് നോക്കുക, നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും. ഇനി ഹോട്ടലിലൊന്നും പോയിട്ട് വലിയ വില കൊടുത്ത് നമ്മൾ മീനൊന്നും ഇതുപോലെയുള്ളത് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആ മൂന്നാമത്തെ മീനും ഇതാ പൊരിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കറിവേപ്പില കൂടി ഞാൻ അതിലേക്ക് വറുത്തിട്ടുണ്ട്, 2 കഷ്ണം സവാളയും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതൊന്ന് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. അടിപൊളിയായിട്ടുണ്ട്, കണ്ടില്ലേ? വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.